ടി ജി ഓപ്പറേഷൻ സിന്ദൂറിനോടനുബന്ധിച്ച് ഭാരതത്തിലെ ജനങ്ങൾ, അത് രാഷ്ട്രീയ പാർട്ടികളായാലും മാധ്യമങ്ങളായാലും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച ആണ് കണ്ടത്. പക്ഷെ അതിന് ശേഷമൊക്കെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഓരോരോ പ്രസ്താവനകൾ ഇപ്പോൾ CPM പോലും സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് രാഷ്ട്രത്തിനൊപ്പം നിൽക്കുന്ന നാഷണൽ ഇൻട്രസ്റ്റ് എന്നൊക്കെ അവരുടെ പത്രക്കുറിപ്പിൽ വന്നു. അങ്ങനത്തെ ഒരു വാക്കുകളൊക്കെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു. പൊതുവെ ഈ ഓപ്പറേഷൻ സിന്ദൂറിനോടനുബന്ധിച്ച് ഇന്ത്യക്കകത്ത് ഉള്ള ഒരു പിന്തുണ നരേന്ദ്രമോദിക്കും അല്ലെങ്കിൽ രാഷ്ട്രത്തിനും സൈന്യത്തിനുമൊക്കെ ഉള്ള ഒരു പിന്തുണ എങ്ങനെ കാണുന്നു? 100% പിന്തുണയാണുള്ളത്, എക്സെപ്റ്റ് ഫോർ ഫ്യൂ എക്സെപ്ഷൻസ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു, നമ്മുടെ എത്ര വിമാനം നഷ്ടപ്പെട്ടു എന്നൊക്കെ അറിയണം. ഇത് ചോദിച്ച് തുടങ്ങുന്നത് ഇന്നലെയാണ്. അത് ചോദിക്കാനായിട്ട് അദ്ദേഹം ജയശങ്കറിൻ്റെ ഒരു ക്ലിപ്പ് ANIയിൽ നിന്ന് തപ്പിയെടുത്തിട്ട്, അത് എപ്പോൾ പറഞ്ഞു ഏത് ഡേറ്റിന് പറഞ്ഞു ഒന്നും അറിയില്ല, ഏതായാലും ആ ക്ലിപ്പ് തപ്പിയെടുത്താണ് ഇത് ചെയ്തത്. ഇത് ചെയ്യാൻ കാര്യം, ഈ 59 പാർലമെൻറ്റേറിയൻസ് 32 രാജ്യങ്ങൾ പ്ലസ് യൂറോപ്യൻ യൂണിയൻ സന്ദർശിച്ച് ഇന്ത്യയുടെ ഭാഗം അവരെ ഇൻഫോം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അവിടെ നിന്നാണ് ഈ അസ്വാരസ്യത്തിൻ്റെ തുടക്കം. അത് ഓരോ പാർട്ടിയും ഇന്ന ആൾക്കാർ നിങ്ങളുടെ പ്രതിനിധി ആരാ അങ്ങനെ അല്ല അത് തീരുമാനിച്ചത്, അതൊരു ഗവൺമെൻറ് തീരുമാനമായിരുന്നു. ഇന്ന പാർട്ടിയിൽ നിന്ന് ഇന്ന ആൾക്കാരെ ഞങ്ങൾക്ക് വേണം. അസസ്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെയാണ്. ആരെ വേണം, വായുജിത്തിനെ വേണോ മോഹൻദാസിനെ വേണോ, എന്നിട്ട് ആ പാർട്ടിയോട് പറയാം അതെ മോഹൻദാസിനെ ഞങ്ങൾക്ക് ഇന്ന കാര്യത്തിന് വേണം. അതല്ലാതെ പാർട്ടികളുടെ നോമിനിയായിട്ടല്ല ഇവർ വരുന്നത്, പാർലമെൻറ്റിൻ്റെ നോമിനികളായിട്ടാണ്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ സഭാതലവൻ എന്നുള്ള നിലയ്ക്ക് പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്നു അവരെ. ആ രീതിയിൽ അത് കാണണം. അത് കാണുന്നതിന് പകരം ഇവരൊക്കെ ഈ സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ സർവകക്ഷി യോഗത്തിൽ പോകേണ്ടത് ആരാന്ന് പാർട്ടികളാണല്ലോ തീരുമാനിക്കുന്നത്. ഇതുപോലെ ആണ് എന്നിവർ ധരിച്ചിട്ട് ഇവർ ലിസ്റ്റ് കൊടുത്തു. സർക്കാർ ആ ലിസ്റ്റ് എടുത്തില്ല. ചിലത് പേരൊക്കെ ആ ലിസ്റ്റിൽ നിന്ന് എടുത്തു. മമതാ ബാനർജി, അവരുടെ സുദീപ് ബന്ധോപാധ്യായ അങ്ങേരായിരുന്നു പോകേണ്ടിയിരുന്നത്. അങ്ങേർക്ക് സുഖമില്ല എന്നറിയിച്ചു. ഇപ്പോൾ ഉടനെ പോകണമല്ലോ, ഐ എം നോട്ട് ഫീലിംഗ് വെൽ, പെട്ടെന്ന് റെഡിയായിട്ട് ദൂരെ സഞ്ചരിക്കാൻ പ്രയാസമുണ്ട്. അപ്പോൾ സർക്കാർ യൂസഫ് പഠാനെ നോമിനേറ്റ് ചെയ്തു. മമതയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എന്നോട് ചോദിച്ചില്ല, എന്നോട് പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല. അങ്ങനെ മമത ഇത് ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്. ഈ കമ്മിറ്റി തന്നെ അവർ ബോയ്ക്കോട്ട് ചെയ്തു. ഇപ്പോൾ രാഹുൽ ഗാന്ധി നോക്കിക്കഴിഞ്ഞപ്പോൾ അയാളുടെ കൂടെയുള്ള ശശി തരൂർ കോൺഗ്രസ് ലൈനിൽ പോകുന്നില്ല എന്ന് മാത്രമല്ല BJP ലൈനിൽ സംസാരിക്കുന്നു. ഒരുപക്ഷെ BJPയിൽ ഒരു സ്ഥാനം ശശി തരൂർ മോഹിക്കുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ശശി തരൂർ. അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് മനുഷ്യനൊന്നുമല്ല. ഇത് ഇപ്പോൾ ഈ കാര്യം കാണാൻ വേണ്ടി രാജ്യസ്നേഹിയായ ആളാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് തോന്നി ഇതൊന്ന് അലമ്പാക്കി കളയാം. അങ്ങനെ വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവിടെ വിമർശനവും സംഗതിയൊക്കെ ഉണ്ടാവുമെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാം. ബട്ട് അയാൾ പ്രതീക്ഷിക്കുന്നത് ഇവർ അമേരിക്കയിൽ പോകും. ഇപ്പോൾ ശശി തരൂരിൻ്റെ ടീം പോകുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലം അമേരിക്കയാണ്. അമേരിക്കയിലേക്ക് പോയി അവിടെ പോകുമ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഇവരെ ഇൻവൈറ്റ് ചെയ്യുന്നു നമ്മുടെ പാർലമെൻറ്റിന്. ഒരു 1 hour പ്രോഗ്രാം. അതിൽ ശശി തരൂർ ഹൂസോഎവർ നിങ്ങൾക്ക് 20 minutes സംസാരിക്കാം അബൌട്ട് യുവർ അഫെയർ വിത്ത് പാകിസ്ഥാൻ. Thereafter there will be a question and answer session followed by lunch or high tea. ആ ചടങ്ങനുസരിച്ച് ഇത് വന്നു കഴിയുമ്പോൾ ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാർ ചോദിക്കും, why Rahul Gandhi is objecting to all these things? He is asking certain questions. Why don't you answer him? You have come all the way to America to convince us, but you are unable to convince your own opposition leader. ഇതൊരു എംബറാസിങ് ചോദ്യമാണ്. ഇത് മിക്കവാറും രാഹുൽ ഗാന്ധി ഈ മിസ്ചീഫ് നടത്തിക്കാണും ഓൾറെഡി. കാരണം രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കുന്നത് പലപ്പോഴും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയാണ്. അതിന് തൊട്ട് താഴെയാണ് ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും നിൽക്കുന്നത്. ഹാർവാർഡാണ് നമ്പർ 1 ആയിട്ട്. ഇത്
ഹാർവാർഡ് ഉണ്ടാക്കുന്ന നരേറ്റീവാണ് രാഹുൽ ഗാന്ധി സംസാരിക്കാറുള്ളത്. ഹാർവാർഡിൽ പോയി സംസാരിക്കുന്നതും അവർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. അതാണ് ഇന്ത്യയിൽ സിഖുകാർക്ക് അവരുടെ വള ധരിക്കാൻ പാടില്ല, തലപ്പാവ് കെട്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എത്രയോ കേരളത്തിലെ സിഖുകാർ പോലും തലപ്പാവൊക്കെ ആയിട്ട് നടക്കുന്നു. എവിടെ എന്ത് സംഭവിച്ചു എന്നാണ്. ബട്ട് ഹി ടോൾഡ് ദിസ് ഫുളിഷ്നെസ് ഇൻ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ബിക്കോസ് ഹി വാസ് ബ്രീഫ് ലൈക്ക് ദാറ്റ്. ഇത് പറഞ്ഞോ? അപ്പോൾ എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ഈ പ്രവൃത്തി ഭാരതത്തിന് ഉള്ളിൽ എന്നുള്ളതിനേക്കാൾ കൂടുതൽ പുറത്തുള്ള ആൾക്കാരുടെ കൺസംഷന് വേണ്ടിയിട്ടാണ്. അയാൾ ഒരു ക്ലിയർ സിഗ്നലാണ് കൊടുക്കുന്നത്. ഇവർ കുറച്ച് പേര് നിങ്ങളുടെ അടുത്ത് വന്ന് വേണ്ടാതിനൊക്കെ പറയും കേട്ടോ, ഇവർക്ക് എൻ്റെ അടുത്ത് പോലും എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ പ്രാപ്തിയില്ലാത്തവരാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എന്നൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. സംശുദ്ധമായ രാജ്യദ്രോഹം. മറ്റേതെങ്കിലും രാജ്യത്താണെങ്കിൽ ഈ മനുഷ്യനെ പിടിച്ചകത്തിടും ഇതുപോലെ സംസാരിക്കും.